എന്താടാ, നിങ്ങൾക്കൊക്കെ വലിയ ടെൻഷനാന്ന് തോന്നല്ലോ. എന്താടാ കാര്യം? എടാ അതൊന്നുമില്ല, കുറെ നാള് കൂടിയല്ലേ ഇവൻ പാടണേ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഓ അത്, അതിനിപ്പോ എന്നാടാ, നീ ടെൻഷനൊന്നും ആവണ്ട. കൂളായിട്ട് നിന്നങ്ങ് പാടിയാ മതി. സപ്പോർട്ടിന് ഞങ്ങളൊക്കെ ഇല്ലേ. അതേടാ, നീ വേറൊന്നും ഓർക്കണ്ട, അങ്ങ് പാടി പൊളിക്ക്. ചായ, നിങ്ങളല്ലേ ഇവിടെ നിൽക്കുകയാണോ? അവിടെ അവരെല്ലാവരും സ്റ്റേജിലെത്തി. വീക്കുട്ടി നിങ്ങളെ തിരക്കുണ്ട്, വാ. പാടി വരിക. നിങ്ങൾ എന്നാത്തിനാ ഇവിടെ നിൽക്കുന്നേ? വാടാ അങ്ങോട്ട്. അവന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നീ എന്തെങ്കിലും പറഞ്ഞോ? എന്നത് ഞാൻ ഇന്ന് അവനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്തുവാ സംഭവം? ഭർത്താവിനറിയാം. അപ്പൊ എങ്ങനെയാ, പൊളിക്കല്ലേ? പിന്നെ അല്ല. ഇല്ലെന്നില്ല, ഫസ്റ്റ് നമ്മുടെ ചേക്കയുടെ വക ഒരു സോങ് ഉണ്ട്, അത് കഴിഞ്ഞ് മതി വേറെ പരിപാടി. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ചേക്കെ ബ്രോ വാ, ചെല്ലടാ. ഇന്ന് നിന്റെ ചാൻസാ, പോയി പൊളിക്ക്. யார் இந்த பெண்தான் என்று கேட்டேன் முன்னாலே, இவளந்தன் பாதி என்று கண்டேன் கண்ணாலே. ഈ ശബ്ദം, ഇത് അത് തന്നെയല്ലേ? கண்ணால் சிரிக்கிறாள், முன்னால் நடக்கிறாள், நெஞ்சை கிழிக்கிறாளோ. கூட்டத்தில் இருந்தும் தனியாக தெரிந்தால், தோட்டத்தில் மலர்ந்த பூவாக தெரிந்தால், என்னை ஏதோ செய்தார். யார் இந்த பெண்தான் என்று கேட்டேன் முன்னாலே, இவளந்தன் பாதி என்று கண்டேன் கண்ணாலே. ഐ വാ ചേക്കെ ബ്രോ, പൊളി. ഒരെണ്ണം കൂടി പാടുവോ പ്ലീസ്? ഓക്കെ. உங்கள் மனதை கொள்ளையடித்தாய், இந்த தந்திரமும் மந்திரமும் எங்கு சென்று படித்தாய். விழிய செய்து வலை விரித்தாய், உன்னை பல்லக்கீனில் தூக்கி செல்ல கட்டளைகள் விதித்தாய். உன் விரல் பிடித்திடும் வரம் ஒன்று கிடைக்க உயிருடன் வாழ்கிற நானடி. என் காதலும் என்னாகுமா, உன் பாதத்தில் மண்ணாகுமா. வெண்மேகம் பெண்ணாக உருவானது, இந்நேரம் என்னை பார்த்து விளையாடுதோ. ചേക്കെ ബ്രോ അടിപൊളിയായിരുന്നു. എന്റെ പൊന്ന് ചേക്കെ, നീ ഇത്രയും കഴിവുള്ളവനാന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നല്ലോടാ. ആ, കുറച്ച് കഴിയുമ്പോ അവനൊരു കഴിവ് കെട്ടവനാന്ന് നിനക്ക് തോന്നാതിരുന്നാ മതി. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞേ? ഏയ് ചുമ്മാ പറഞ്ഞാടാ, ഒരു രസം. ഇച്ചായ, എങ്ങോട്ടാ? ഞാനിപ്പോ വരാം. പോവല്ലേ, എല്ലാരും വരണ കണ്ടില്ലേ, നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ളതല്ലേ. ചെനി,
ഞാനിപ്പോ വരാന്ന് പറഞ്ഞില്ലേ. പറ്റില്ല. ഇച്ചായം വാ, എങ്ങോട്ടും പോകണ്ട. പാട്ടിട്. ഇതുവരെയായിട്ടും അവനെ കണ്ടില്ലല്ലോ, ഒന്നും പറഞ്ഞതുമില്ല. ജെക്കെ, ഇനി എന്താ നിന്റെ തീരുമാനം? പോവാം. ചിമ്മിയോട് പറയണ്ടേ? വേണ്ട, ആരോടും പറയണ്ട. നാളെ രാവിലെ പോണം. അതിനെന്നാ വേണ്ടെന്ന് വെച്ചാ പോയി ചെയ്യും. എടാ, എല്ലാം തീർന്നു. സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെക്കെ, എടാ, സഹിക്കണില്ലടാ. നിന്നെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. രണ്ടു കൂടി എന്നെയും കൂടി ഇപ്പൊ കരയിക്കാം. അവിടുന്ന് നീ പോയി എല്ലാം പാക്കി, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളത് നോക്കട്ടെ. മിസ്റ്റർ പേ, ഗുഡ് ബൈ. അപ്രതീക്ഷിതമായി നിന്റെ ലൈഫിലേക്ക് കടന്നു വന്നവനായിരുന്നു ഞാൻ. ഇപ്പൊ അതേപോലെ തിരിച്ചു പോവാം. അവസാനമായി ഒന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ വേണ്ട, ഒരു തവണ കൂടി ഞാൻ നിന്നെ കണ്ട അത് ശരിയാവില്ല. ഞാൻ പോവാടോ. ഇനി തെറ്റ ലൈഫിൽ എൻ്റെ നേരിട്ട് പോലുണ്ടാവില്ല. നേരിട്ട് കണ്ട് ഒരു ഗുഡ് ബൈയും പറഞ്ഞ് തീർത്തിട്ട് പോവാന്ന വാർത്ത. ഇനി നീ ഞാനും തമ്മിൽ കാണുന്നതല്ല, എല്ലാം കഴിഞ്ഞു. ബൈ. ഞാനിന്ന് ഒത്തിരി ഹാപ്പിയാണ്. ഇന്ന് നിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം. ഇച്ചായന് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇത് കാണാൻ നമ്മുടെ അപ്പനും അമ്മയും ഇല്ലാതായി പോയല്ലോ. ചായ, ഇച്ചായ, നിങ്ങൾ വെറുതെ സെന്റി അടിച്ച് അവനെ കൂടി സങ്കടപ്പെടുത്തല്ലേ. നീ ഒന്ന് പോടി. അവൻ പോണ്ട അല്ലേ? രണ്ടും കണക്കാ. എന്നാ താഴേക്ക് പോവാം. എല്ലായിടത്തും റെഡിയായതാണല്ലോ. നീ ചെനിയുടെ റൂമിലേക്ക് ചെല്ല്, അവര് റെഡിയായ നോക്ക്. ചായ, ആ, അവരൊക്കെ എന്തി? ആര്? ഹോബിച്ചനും ചിന്നേട്ടനും പിന്നെ ആ അവന്മാര് എണീറ്റോ എന്തോ. റെഡിയായി പോലും കാണത്തില്ല. നിന്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് പോകാനിരിക്കായിരുന്നു ഞാൻ. എന്നാ ഞാനും വരാം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയിച്ചേ. ആ, എന്നാ വാ. ഇത് എവിടെ പോയി ഇവര്? ആ, ദേ പോണു. ചിമ്മി ചായ.
ഇവനാ? എന്താടാ? ചേച്ചി നിങ്ങളെ തിരക്കുണ്ട്, പള്ളിയിലേക്ക് ഇറങ്ങാനുള്ള സമയമായെന്ന് പറഞ്ഞു. ആ, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഹോബിയും ചിന്നും ചേക്കയും റൂമിലുണ്ട്, അവന്മാരോട് പള്ളിയിലോട്ട് വരാൻ പറ. ആ ജിമിച്ചായ, ഞാൻ പോയി പറഞ്ഞോളാം. എന്നാ വീക്കൂട്ടാ, നമുക്ക് പോവാം. അല്ലേ ചായ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി കെട്ടൊക്കെ കഴിഞ്ഞിട്ട് പറയാം, സമയമായി. നിന്റെ ചേച്ചീനെ അറിയാലോ, കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ അവള് നമ്മളെ രണ്ടിനും ഓടിക്കും. വാ ചേട്ടന്മാരെ. ഇവനാ? എന്താടാ? നിങ്ങൾ റെഡിയായില്ലേ? അവരൊക്കെ പള്ളിയിലോട്ട് ഇറങ്ങി, നിങ്ങളോട് വേഗം ചെല്ലാൻ പറഞ്ഞു ജിമ്മിച്ചാൻ. അത് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തിരിച്ചു പോണടാ. ഇങ്ങോട്ട്? UK? ആടാ, ഇത്ര ദിവസം മാറി നിന്നുകൊണ്ട് ഒരുപാട് വർക്കും പ്രൊജക്റ്റും ഒക്കെ പെൻഡിങ്ങാ. കമ്പനിയിൽ നിന്ന് കോള് വന്നായിരുന്നു, അതുകൊണ്ട് പോയേ പറ്റൂടാ. നീ ഇത് അവരോടൊന്ന് പറഞ്ഞേരെ. അവരെല്ലാം പള്ളിയിലോട്ട് പോയല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പറഞ്ഞേനെ. ഷോ, അപ്പൊ നിങ്ങൾ പോവല്ലേ? ആ, ഞാൻ പറഞ്ഞോളാം. ആ, എന്നാ നീ വിട്ടോ, സമയം ഇപ്പൊ തന്നെ പോയി. ആ, എന്നാ ശരി, ഞാൻ പോവാട്ടോ ഏട്ടന്മാരെ. ചേക്കേ, എന്നാ പോവാടാ. ആ. പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ. നാം തുഴഞ്ഞ നീർകൊതുമ്പിൻ ഓമൽപ്പടി നീ പറഞ്ഞ കഥകൾ പാടെ മറന്നോ. വിളി കേൾക്കുമെങ്കിൽ പൊന്നേ, ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ